പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിലുള്ള ജനങ്ങളെ, നമ്മുടെ സംസ്ഥാനം മുഴുവനും നല്ല ഒരു ഇലക്ഷൻ ചൂടിലാണ്. ഇലക്ഷൻ ആര് ജയിക്കുമെന്നോ ആര് തോക്കുമെന്നോ ഒന്നും പറയാനായിട്ട് ഞാൻ എന്താ പറയണ, ജ്യോത്സ്യം പറയണ ഭാവി പറയണ ആളൊന്നും അല്ല. പക്ഷേ സാധാരണ എല്ലാ മലയാളിക്കും ഉള്ള സാമാന്യ ബുദ്ധി, നമ്മളുടെ ജീവിതത്തിൽ ഇതുവരെ നേരിട്ട് കാണുന്നതും അനുഭവിക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ നേരിട്ടറിയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു തിരഞ്ഞെടുപ്പാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ആരാകും ജയിക്കണമെന്ന് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ അങ്ങനെ തന്നെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പല കാര്യങ്ങളും പലരെയും സ്വാധീനിക്കും. അവരവരുടെ ജാതി, മതം, അത് കേരളത്തിൽ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നന്നായിട്ടുണ്ട്. പള്ളി, അതായത് ക്രിസ്തീയ വിശ്വാസികൾ അവരുടെ പള്ളി മച്ചന്മാർ പറയണത് എല്ലാവരും കേൾക്കുമെന്നുള്ളൊരു 10% പേരെങ്കിലും കേൾക്കും. മുസ്ലിങ്ങളാണെങ്കിൽ അത് കുറേയും കൂടി കൂടും. പിന്നെ അവർക്ക് പ്രത്യേകിച്ച് സ്വന്തമായിട്ട് പാർട്ടിയൊക്കെ ഉണ്ട്, മുസ്ലിം ലീഗ്. അപ്പോൾ ആ പാർട്ടി ചേർന്ന് കഴിഞ്ഞാൽ നേരിട്ട് സ്വർഗത്തിലെത്തുമെന്നൊക്കെയാണ് പല യൂട്യൂബുകളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും നമ്മൾ കാണുന്നത്. 5 നേരം നിസ്കരിക്കുന്നവരും മുസ്ലിം ലീഗിലെ ഉള്ള സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്താൽ എന്താ പറയണ, സ്വർഗം കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മത നേതാക്കന്മാരും ഒക്കെ പറയണതൊക്കെയാണ്. അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിനെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പെർസെൻറ്റേജ് കൂടുതലായിരിക്കും അവരുടെ സമുദായം പറയുന്നത് കേൾക്കണം. പിന്നെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഒരു 10-20 വർഷം മുമ്പ് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് ഞാനൊക്കെ ജനിച്ച് വളർന്ന് പഠിച്ച ആ കാലഘട്ടത്തിലൊന്നും അങ്ങനെ ഒരു ഇപ്പോൾ പക്ഷേ ഹിന്ദുക്കളിലും ഈ പറയണ പോലെ ജാതി ചിന്തയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചാൾക്കാർക്കെങ്കിലും അതിലൊക്കെ നല്ല രീതിയിൽ വിശ്വാസമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ പണ്ടൊക്കെ കേരളത്തിൽ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5%-6% കൂടുതൽ വോട്ടൊന്നും കിട്ടില്ലായിരുന്നു. അതിപ്പോൾ വളർന്ന് പന്തലിച്ച് എന്താ പറയണ 13, 14, 15 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ വരുമ്പോൾ ചിലയിടത്തൊക്കെ അത് 19 വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് വർഗീയ ചിന്തകളൊക്കെ അതിൻ്റെ അകത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്വാധീനിക്കും. പിന്നെ മാധ്യമങ്ങൾ, സോ കോൾഡ് മാപ്രകൾ, അത് കാണുന്നവരും അതിലും കുറേയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം കൂടി വെച്ച് കഴിഞ്ഞാലും ഒരു 10 മൈനോറിറ്റി ഉള്ളൂ. 10-30% ആൾക്കാരൊക്കെ അതിലൊക്കെ വശംവദനാകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ പ്രായമായ കുറേ ആൾക്കാർ, ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് പണ്ട് മുതലേ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. കേരളത്തിൽ എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയണത് കള്ളത്തരമാണ്, മണ്ടത്തരമാണ്. അത് വിശ്വസിക്കില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞവർ അതിൽ നിന്നൊക്കെ മാറാനായിട്ട് ചാൻസസ് കുറവാണ്. അവർ ആ പഴയ പാറ്റേണിൽ തന്നെ അവരുടെ വോട്ടിടും. ചില ചിഹ്നങ്ങളിലേ അവർ കുത്തുള്ളൂ. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ലോകം തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാൽ അവർ മാറില്ല. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഭരണം, അതിലുണ്ടായ ഗുണങ്ങൾ സർക്കാർ കേരളത്തിനും കേരളത്തിൻ്റെ വികസനത്തിനും കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹ്യക്ഷേമത്തിനും ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കണ്ണുകൊണ്ടും കാതുകൊണ്ടും നേരിട്ടും അനുഭവിക്കാം. സർക്കാർ ആശുപത്രിയിൽ പോയാൽ അത് നമുക്ക് മനസ്സിലാവും. സർക്കാർ
സ്കൂളുകളിൽ പോയാൽ നമുക്ക് നേരിട്ട് ബോധ്യമാവും. റോഡുകൾ, പാലങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ്. പിന്നെ 2011 ശേഷമൊക്കെ ജനിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. 2011 മുതൽ 2016 വരെ, അതായത് ഇടതുപക്ഷത്തിന് മുമ്പ് UDF ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ആ 5 വർഷം കണ്ടേക്കണവർ, അന്നത്തെ ഭരണം കണ്ടേക്കണവർ ഒരിക്കലും ഇപ്പോഴത്തെ ഭരണത്തിനെതിരെ പറയാൻ സാധ്യതയില്ല. പിന്നെ ആ ഭരണം നമ്മൾ കണ്ടതാണ്. അപ്പം ഇപ്പം ഒരു 15 വയസ്സൊക്കെ ആയ കുട്ടികൾക്ക് ഒരു 5-6 വയസ്സൊക്കെ കഴിഞ്ഞാലേ പിള്ളേർക്ക് എന്തെങ്കിലും തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഭരണകാലത്ത് ഒരു 11 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ആ പറഞ്ഞ 15 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് കേരളത്തിലെ പവർ കട്ടോ, കേരളത്തിലെ പഴയ സർക്കാർ ആശുപത്രികളുടെ ഗതികേടോ, അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളുടെ പ്രശ്നങ്ങളോ, നമ്മളുടെ പഴയ റോഡുകളോ, KSRTCയോ അതിനെക്കുറിച്ചൊന്നും കാര്യമായ ബോധ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതെല്ലാം കണ്ട ആളുകൾക്ക് അതിന് രണ്ടിലെയും വ്യത്യാസങ്ങൾ മനസ്സിലാവും. സാമൂഹിക പെൻഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള മനസ്സിലാവും. കുറച്ചും കൂടി ഒരു 10-40 വയസ്സൊക്കെ ഉള്ളവർക്കാണെങ്കിൽ AK ആൻ്റണിയുടെ കാലത്ത് ഉണ്ടായിരുന്ന സാമൂഹിക സേവന പെൻഷൻ വെറും 125 രൂപയാണ്. അദ്ദേഹം ഇറങ്ങി പോകുമ്പോഴത്തേക്ക് 28 മാസമാണ് കൊടുക്കാണ്ടിരുന്നത്. അത് കഴിഞ്ഞ് VS അച്യുതാനന്ദൻ വന്ന് അത് 500 രൂപയാക്കി കൂട്ടി. പിന്നീട് ഉമ്മൻചാണ്ടി വന്ന് ആദ്യത്തെ 4 വർഷം ആ 500 രൂപയിൽ 5 പൈസ കൂട്ടിയില്ല. അവസാന ഒരു വർഷം ആയി കഴിഞ്ഞപ്പോൾ 500 രൂപ എന്നുള്ളത് 600 രൂപയാക്കി. പക്ഷേ അത് കൊടുത്തില്ല. 18 മാസം മുടക്കം വരുത്തിയ ടീമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഈ ആശാ വർക്കർമാരുടെ സമരമൊക്കെ നടന്നായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോഴൊക്കെ അത് അടച്ചു പൂട്ടിപ്പോയി. ചിലവരത് പേയ്മെൻറ്റ് സമരമാണെന്നൊക്കെ പറയണം. എന്തും ആയിക്കോട്ടെ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാ സ്കീം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരാണ്. ആ കാലഘട്ടത്തിൽ വെറും 1000 രൂപയാണ് അവർ ഈ ആശാ വർക്കർമാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. 5 പൈസ കേന്ദ്രം ഭരിക്കണ അന്നത്തെ കോൺഗ്രസ് സർക്കാരോ അതിനുശേഷം വന്ന BJP സർക്കാരോ കൂട്ടിയിട്ടില്ല. ആ സമയത്ത് കേരളം ഭരിച്ചിരുന്ന UDFൻ്റെ സർക്കാരും കൂട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ 2016 വന്നതിന് ശേഷം ആ 1000 രൂപ ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ അവർക്ക് 9000 രൂപ ഇട്ടുണ്ട്. അവർ സമരം കൊടുക്കുന്നതിന് മുമ്പ് അത് 7000 ആയിരുന്നു. പിന്നീട് അത് 8000 ആക്കി. അവസാനം ബഡ്ജറ്റിൽ അത് 9000 രൂപ ആക്കി. ഈ 7000 ആക്കുമ്പോൾ പോലും അത് കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിരുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക്, ആഹാരം ഉണ്ടാക്കുന്ന തൊഴിലാളികളുടെ കാര്യം പറയണം, അംഗൻവാടികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അതെല്ലാം കേന്ദ്ര സ്കീമാണ്. പക്ഷേ കേരളത്തിലാണ് അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത്. ഇവിടുത്തെ ജീവിത നിലവാരം അതനുസരിച്ച് വലുതാണ്. കിട്ടുന്ന ശമ്പളം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ രാജ്യത്ത് നമുക്ക് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലവർ പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാനിപ്പോൾ വർത്തമാനം പറയണ കേൾക്കുമ്പോൾ ചിലവർക്ക് ഞാൻ ഏതോ ഒരു പാർട്ടിയുടെ അനുഭാവിയാണെന്ന് തോന്നും. തോന്നണയിൽ തെറ്റൊന്നുമില്ല, പറയണതിൽ തെറ്റുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ഇടതുപക്ഷം ഭരിച്ച ബംഗാളിൽ ഇടതുപക്ഷം ഇല്ലാണ്ടായി. ഇപ്പോൾ അവർ പൂജ്യമാണ്. ശരിയാണ്, പൂജ്യമാണ്. പക്ഷേ ഇടതുപക്ഷം 33 വർഷം ഭരിക്കുന്നതിന് മുമ്പ് ഒരു 20 വർഷത്തോളം കോൺഗ്രസ് ഭരിച്ചിരുന്നു. ഇടതുപക്ഷം വന്നപ്പോൾ അവർ പൂജ്യമായി. ഇടതുപക്ഷം പോയപ്പോൾ, ഇടതുപക്ഷം ഭരിക്കണ ആ 33 വർഷകാലത്ത് ഒരു ബംഗാളി വലുത് പോലും കേരളത്തിൽ കൂലിപ്പണിയെടുക്കാൻ വന്നിട്ടില്ല എന്നുള്ള കാര്യം സൗകര്യപൂർവ്വം മറച്ചു പിടിക്കണേ.
കഴിഞ്ഞ 10-15 വർഷമൊക്കെ ആയിട്ടാണ് അവർ ഇങ്ങോട്ട് ബംഗാളികൾ ഇവിടെ ജോലിക്ക് വരുന്നത്. അവിടുത്തെ നല്ല ഭരണമാണെങ്കിൽ ബംഗാളികൾക്ക് ഗതികെട്ട് ഇവിടെ കേരളം വരെ വന്ന് ജോലി എടുക്കണം, അതേ ചോദിക്കണുള്ളൂ. പിന്നെ വേറെ ഒരു പാർട്ടി BJP എന്നും പറഞ്ഞ് ഇവിടെ മത്സരിക്കുന്നുണ്ട്. അവരിവിടെ വികസനം കൊണ്ടുവരുമെന്നാണ് പറയണത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കണ സർക്കാരാണ് BJPയുടെ. ഓക്കെ, ഭൂരിപക്ഷം എന്ന് പറഞ്ഞോണ്ട് ഒരു 70%-80% സംസ്ഥാനങ്ങളും BJPയാണ് ഭരിക്കുന്നത്. നാച്ചുറലി അവർ പറയണ പോലെ ഡബിൾ എൻജിൻ സർക്കാരാണ്. അതിലുള്ള ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ അത്രയും ഡെവലപ്മെൻറ്റ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബേസിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ മനുഷ്യർക്ക് സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് എഫക്റ്റ് ആവണ എന്താ? അവിടുത്തെ വിദ്യാഭ്യാസം, അവിടുത്തെ ആരോഗ്യം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് നമുക്ക് നേരിട്ട് എഫക്റ്റ് ആകുന്നത്. നല്ലൊരു റേഷൻ സംവിധാനം, ഇതൊക്കെയാണ്. അത് കേരളത്തിലുള്ളതിൻ്റെ 10% പോലും ഈ പറയണ BJP ഭരിക്കുന്ന സ്ഥലത്ത് ഡെവലപ്മെൻറ്റ് നടന്നിട്ടില്ല. അവിടെയൊക്കെ ആൾക്കാർ സർക്കാർ ആശുപത്രിയിലൊന്നും കയറാൻ പോലും കൊള്ളില്ല. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തലച്ചമുടായിട്ടും എന്താ പറയണ ഭാരവണ്ടിയിലും കാളവണ്ടിയിലൊക്കെയാണ് മൃതശരീരം വീട്ടിൽ കൊണ്ടുപോകണത്. ഒക്കെ നമ്മളൊക്കെ ന്യൂസിലും ചാനലിലും ഒക്കെ കാണുന്നതാണ്. സർക്കാർ സ്കൂളുകളുടെ കാര്യം പറയാനേ പറ്റത്തില്ല, അതൊന്നും പുറത്തു പോലും കാണിക്കാൻ പറ്റില്ല. അവരിവിടെ എന്തോന്ന് വികസനം കൊണ്ടുവരുമെന്ന് പറയണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് എന്ത് വികസനമാണ് കൊണ്ടുവരാൻ പോണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അവർ ഗ്യാരണ്ടി പറയേണ്ടി എനിക്കറിയില്ല. അവർ 2014 അവരുടെ സർക്കാർ അധികാരത്തിലേറുമ്പോൾ പറഞ്ഞത് ഓരോ വർഷം 2 കോടി ജനങ്ങൾക്ക് ജോലി കൊടുക്കുമെന്ന്. ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് ഇതുവരെ? എനിക്കറിയില്ല. എന്താണ് 300 രൂപക്ക് സിലിണ്ടർ കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് 1000-ന് മേളിലായി. 50 രൂപക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ പെട്രോൾ അടിക്കണല്ലേ, 100-ന് മേളിലായി. 15 ലക്ഷം, അതൊക്കെ വെറുതെ തമാശയായിട്ട് തള്ളിക്കളയാം. എല്ലാവരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം വരുമെന്നൊക്കെ പറഞ്ഞത്, അത് പറയണ കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. കള്ള നോട്ട് കളയാൻ വേണ്ടിയിട്ട് നോട്ട് നിരോധനം കൊണ്ടുവന്ന് കുറേ എണ്ണം ബാങ്കിൽ ക്യൂ നിന്ന് മടിയായി. പക്ഷെ ഇവിടെ കള്ളനോട്ടൊന്നും നിന്നിട്ടുമില്ല. അത് മാത്രമല്ല, ആ കള്ളനോട്ട് വഴി ഉണ്ടാകുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ സ്റ്റോപ്പാകുമെന്ന് പറഞ്ഞാൽ, ആ നോട്ട് നിരോധനം കഴിഞ്ഞിട്ട് എത്ര അറ്റാക്കുകൾ ഇവിടെ നടന്നു. പേൽഗാവ്, പുൽവാമ, പത്താൻകോട്ട്, എവിടെയൊക്കെയാണ് അറ്റാക്ക് ചെയ്തേക്കണേ? നോട്ട് നിരോധിച്ചിട്ട് എന്തെങ്കിലും പറ്റിയ? ഒരു കോപ്പും പറ്റിയിട്ടില്ല. കർഷകർക്ക് എന്താണ് ഇരട്ടി സമ്പാദ്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അവർ സമരം എടുത്തിട്ട് ഇപ്പോഴും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ ഡിഫൻസ് സൈനിക സേവനം പോലും ഇപ്പോൾ കൊട്ടേഷൻ 5 വർഷത്തേക്ക് കോൺട്രാക്റ്റ് ബേസിസിൽ 4 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. പണ്ട് കേരളത്തിലുള്ള കുറേ ആൾക്കാർക്ക് പെർമനൻ്റ് ഒരു ജോലി കിട്ടുമായിരുന്നു, ആർമിയിലും എയർഫോഴ്സിലും നേവിയിലൊക്കെ ചേർന്ന്. ഇപ്പോൾ അതില്ല. 4 വർഷം അവിടെ പണിയെടുത്തു കഴിഞ്ഞാൽ അവർ റിട്ടയർമെൻ്റായി ജോലിയില്ലാത്ത ആൾക്കാരായിട്ട് മാറുക. ഇന്ത്യൻ റെയിൽവേയിലായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ജോലി ഉണ്ടായിരുന്നൊരു പ്രസ്ഥാനം. അതിൽ 5-8 വർഷങ്ങളായിട്ട് റിക്രൂട്ട്മെൻറ്റ് പോലും നടക്കണില്ല. ഇപ്പോൾ ഉള്ള റിക്രൂട്ട്മെൻറ്റ് മുഴുവനും അവരെല്ലാം മാക്സിമം സാധനങ്ങൾ കോൺട്രാക്റ്റ് കൊടുത്ത്. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ പെർമനൻറ്റ് എംപ്ലോയി ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തണില്ല, UPSC നിയമനങ്ങൾ നടത്തണില്ല. ഇന്ത്യയിലുള്ള മൊത്തം ജനസംഖ്യയിൽ വെറും 2.5% കേരളത്തിലുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ UPSC നിയമനങ്ങളിൽ അല്ലെങ്കിൽ PSC വഴി നടത്തുന്ന നിയമനങ്ങളിൽ, മൊത്തം രാജ്യത്ത് നടത്തുന്ന നിയമനങ്ങളിൽ 50% കൂടുതൽ ഈ കുഞ്ഞ് കേരളത്തിലാണ് നടപ്പാക്കുന്നത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും പോലും ഒരുമിച്ച് ചേർത്ത് ഓരോ വർഷം കൊടുക്കുന്ന ജോലി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെക്കാളും കുറവാണ്. പിന്നെ അവർ എന്തോന്ന് ഡെവലപ്മെൻറ്റ് ഇവിടെ കൊണ്ടുവരുമെന്നാണ് പറയണതെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബോധമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ പാർട്ടിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന, അവർ പറയണ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഭക്തരായാലും ആ പാർട്ടീനെ വിശ്വസിക്കുന്നവരാണെങ്കിലും പറഞ്ഞു തന്ന ഉപകാരമായിരുന്നു.
പിന്നെ അവർ ഈ പറയണ പോലെ വെള്ളപ്പൊക്കത്തിലും ചുരൽമലയിലോ ദുരന്തത്തിലോ അങ്ങനെ പലതിലും നമുക്ക് പൈസ ഒന്നും തന്നിട്ടില്ല. നമുക്ക് കിട്ടാനുള്ള പൈസ ഒന്നും തരാറില്ല. 2.5 നമ്മുടെ റേഷ്യോ ഉണ്ടെങ്കിലും നമുക്ക് 1.9 ഉള്ളൂ കേന്ദ്ര ഗവൺമെൻറ് തന്നെ സഹായം. പിന്നെ കോൺഗ്രസ് പാർട്ടി UDF തുറന്ന പച്ചക്കള്ളം മാത്രമേ ഉള്ളൂ. പച്ചക്കള്ളം മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ഷൻ വിജയിക്കാൻ പറ്റും. അവരുടെ നേതാവ് തന്നെ തുറക്കുന്നത് പച്ചക്കള്ളം പറയാനാണ്. അദ്ദേഹമൊക്കെ വിചാരിച്ചേക്കണ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വിവരമില്ല, അല്ലെങ്കിൽ ഓർമ്മശക്തി നശിഞ്ഞു. 2016 മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ കേരളത്തിലെ നിങ്ങളും ഞാനും ഉൾപ്പെടെ ആൾക്കാരെല്ലാവരും മറന്നുപോയി. അതുകൊണ്ട് എന്ത് പച്ചക്കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ പറയണത്? അതൊക്കെ വിശ്വസിക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പറയണ പോലെ കേരളത്തിലെ ജനങ്ങൾ കഴുതകളാണോ? നിങ്ങളും ഞാനും ഇത് കേൾക്കുന്ന ആൾക്കാരും കഴുതകളാണോ? എനിക്കറിയില്ല, നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഓക്കെ. പിന്നെ ഡീലാണെന്ന് പറയുന്നു. കേരള ചരിത്രം അറിയാം. എനിക്ക് 19 വയസ്സായി. ചരിത്രം അറിയാവുന്ന ആൾക്കാർക്ക് ഈ കോളിബി സംഘത്തിനെ കുറിച്ചൊക്കെ അറിയാം. കേരളത്തിൽ ആകെപ്പാടെ ഒരു സീറ്റാണ് BJPക്ക് കേരള ചരിത്രത്തിൽ കിട്ടിയേക്കണം. അത് നേമം സീറ്റാണ്. നേമം സീറ്റിൽ എങ്ങനെ അവർ ജയിച്ചു എന്ന് സാധാരണ സാമാന്യബോധമുള്ളവർക്ക് അറിയില്ലേ? തൃശ്ശൂർ എങ്ങനെ ഒരു MP സീറ്റ് കിട്ടിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? അതുകൊണ്ട് എല്ലാവരും സ്വന്തം അനുഭവത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ മാത്രം വോട്ട് ചെയ്യുക. നമുക്ക് വർഗീയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്, മാറാടും മുത്തങ്ങയും അതേപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ശാന്തിയോടും സമാധാനത്തോടും കൂടി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ ജാതി വിഭാഗക്കാരും ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഒരു കേരളത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് സ്വന്തം സമ്മതിദാനം, അതായത് വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് അർപ്പിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകാതിരിക്കരുത്. നോട്ടക്കെങ്കിലും വോട്ട് ചെയ്യുക, നിർബന്ധമായിട്ടും വോട്ട് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾ വോട്ടെടുപ്പിൻ്റെ ദിവസം പോളിംഗ് ബൂത്തിൽ പോയി 1-2 മണിക്കൂർ നിങ്ങളുടെ 5 വർഷത്തിൽ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. നമ്മുടെ വോട്ടവകാശം ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. ഞാൻ പറയണ കേട്ടിട്ട് ആരും വോട്ട് ചെയ്യണ്ട. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നണത്, നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നണത് അത് ചെയ്യുക. താങ്ക് യു. നമസ്കാരം. ശുഭാശംസകൾ.